ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2367. ഇന്ന് ജൂൺ മാസം 24-ാം തീയതി. ഈ ആണ്ടിലെ 175-ാമത്തെ ദിവസത്തിലെത്തി. ഈ ഭൂമിയിലെ സത്യത്തിൽ ആരാണ് വിവേകികൾ, വിവേകമതികൾ, ബോധമുള്ളവരാരാണ്? എന്തോ ആ ചോദ്യം അതേപടി അങ്ങ് പിൻവലിക്കാനാണ് തോന്നുന്നത്. ഈ ഭൂമിയിൽ ഭോഷന്മാരാണ്. ആരൊക്കെ ഭോഷന്മാരാണെന്നറിയില്ല. സത്യസന്ധമായിട്ട് ഒന്നുള്ളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും വലിയ ഭോഷൻ ഞാനാണെന്ന് തോന്നിപ്പോകുന്നുണ്ട്. ഈ ഭൂമിയിൽ ആരംഭിച്ച് ഇവിടെ തന്നെ അവസാനിക്കുന്ന ഒന്നാണ് ഈ ജീവിതമെന്ന് കരുതുന്നവരാണ് ശരിക്കും ഭോഷന്മാർ. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ആരംഭിച്ച് അതിവിടെ തന്നെ അവസാനിപ്പിക്കാനുള്ള ഒന്നാണ് എന്ന് കരുതുകയും ചെയ്യുന്നവരാണ് ഈ ജീവിതമേ. അവരാണ് ശരിക്കും ഏറ്റവും സഹതാപം അർഹിക്കുന്ന ഒരു കൂട്ടര്. അവരോട് ദൈവത്തിന് എന്തുമാത്രം സഹതാപം ഉണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളവരുടെ എണ്ണം വല്ലാതെ പെരുകുന്നതാണ് ഭൂമിയുടെ ഏറ്റവും വലിയ ഭാരവും ദുരന്തവും ഒക്കെ. ഒരാളെ വിശേഷിപ്പിക്കാവുന്നതിൽ ഏറ്റവും മോശപ്പെട്ട വാക്കുകൊണ്ടാണ് യേശു ഈ കൂട്ടരെ വിശേഷിപ്പിക്കുന്നത്. അതെ, ഭോഷന്മാരെന്ന്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാന അധ്യായത്തില് ഒന്ന് പിടിവിട്ട് അല്പം കുതറി ഒന്ന് മാറി നടക്കുന്നവരെന്ന് പറയാൻ പറ്റില്ല, ഓടിപ്പോകുന്ന രണ്ട് ശിഷ്യന്മാരെ ഈ വേദാധ്യായത്തിൽ ഒന്നും കൂടി ഒന്ന് കണ്ടെത്തുന്നത് നല്ലതാണ്. അവരെ പതിയെ യേശു വിളിക്കുന്നത് ഭോഷന്മാരെന്നാണ്. ഒരു ചെറിയ ചിരിയോടുകൂടി ആയിരിക്കും, അതോ കടല് പോലെ കനല് പോലെ സങ്കടം കൊണ്ടും പരിഭവം കൊണ്ടൊക്കെ ആയിരിക്കും. നിങ്ങൾ ആരെയെങ്കിലും അങ്ങനെ വിളിച്ചാൽ, ഭോഷന്മാരെന്ന് വിളിച്ചാൽ, ന്യായവിധിക്ക് അർഹനാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ആള് തന്നെയാണ് യേശു. എന്നിട്ടാണ് ചിലർക്കു വേണ്ടി ആ പദം കൃത്യമായി മാറ്റിവെക്കുന്നതും ഉപയോഗിക്കുന്നതൊക്കെ. എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ ജീവിതം അത് ഒരേ ഒരു അവസരമാണ് കേട്ടോ. അത് നമ്മൾ തിരിച്ചറിയട്ടെ. എന്നേക്കുമായി കൈവിട്ടു പോകുന്ന അമൂല്യമായ അവസരമാണ്. എന്നേക്കുമായി കൈവിട്ടു പോകുന്ന അമൂല്യമായ ഒരവസരം. അതുകൊണ്ട് തന്നെ നിലനിൽക്കാൻ പോകുന്നത് മറ്റൊരു ലോകത്തുള്ള ജീവിതമാണെന്നൊരു ബോധമുണ്ടാവണ്ടേ. അങ്ങനെ ചില ബോധ്യങ്ങളിലേക്ക് നമ്മൾ എത്തണ്ടേ. ഇത് അമൂല്യമായ ജീവിതമൊക്കെയാണ്, പക്ഷെ ഇത് ഒരു ദിവസം കൈവിട്ടു പോകും, സംശയമുണ്ട്. അപ്പോഴും നിലനിൽക്കുന്ന ഒരു ലോകവും അപ്പോഴും നിലനിൽക്കുന്ന ആ ലോകത്തിലെ ഒരു ജീവിതവുമുണ്ടെന്ന് ഒരു ബോധ്യമുണ്ടാവണ്ടേ. ക്രിസ്തുയേശുവില് നമുക്ക് കുറെ കൂടി ആ ബോധത്തിലേക്കും എത്താം. ആമേൻ.